ഞാൻ തോമസ് പള്ളിത്താഴത്ത്. ഞാനൊരു മാരത്തൺ ഓട്ടക്കാരനാണ്. മാരത്തൺ ഓട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരോഗ്യ സംരക്ഷണമാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി 21 കിലോമീറ്ററും 10 കിലോമീറ്ററും ഒന്നും ഓടിത്തീർക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നേരം വെളുത്തു വരുന്ന സമയത്ത് റോഡിലേക്ക് ഇറങ്ങുക, കുറേ നടക്കുക, പറ്റുന്നവർ കുറേ ഓടുക. ഓടാനും നടക്കാനും സാധിക്കാത്തവരാണെങ്കിൽ വീട്ടുമുറ്റത്ത് നിന്ന് തന്നെ കുറേ പുഷപ്പ് എടുക്കുക, കുറേ സിറ്റപ്പ് എടുക്കുക, കുറേ കാലിൻ്റെ വ്യായാമങ്ങൾ ചെയ്യുക. ആരോഗ്യമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു സമ്പത്ത്. സത്യത്തിൽ 50 വയസ്സ് പോലും തികയാത്ത ആൾക്കാരെ, 50 വയസ്സും 40 വയസ്സും ഉള്ള ആളുകൾ പലവിധ രോഗങ്ങളാൽ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ആസ്പത്രിയുടെ ക്യൂവിലൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സ് വേദനിക്കാറുണ്ട്. നമ്മുടെ 95% രോഗങ്ങളുടെയും കാരണം തെറ്റായ ഭക്ഷണശീലങ്ങളും വ്യായാമത്തിൻ്റെ കുറവുമാണ്. ശരിക്ക് ജനങ്ങളെ ആരോഗ്യ സംരക്ഷണത്തെപ്പറ്റി കുറച്ച് ജനങ്ങളോട് സംസാരിക്കണമെന്ന് ഒരാഗ്രഹം തോന്നി. ജനങ്ങൾക്കൊരു ബോധം ഉണ്ടാവുമല്ലോ എന്ന് തോന്നി. ആ ഒരു ചിന്തയിൽ നിന്നുമാണ് എനിക്കിങ്ങനൊരു പുസ്തകം എഴുതാൻ എൻ്റെ പ്രചോദനം. ഈ പുസ്തകത്തിലുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം 40ാമത്തെ വയസ്സിൽ എൻ്റെ ആരോഗ്യസ്ഥിതി എന്തായിരുന്നോ, അത് മാനസികമാണെങ്കിലും ശാരീരികമാണെങ്കിലും അതിനേക്കാളും മികച്ച അവസ്ഥയിൽ ഈ 64ാമത്തെ വയസ്സിലും കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ രഹസ്യങ്ങളാണ് ഈ ബുക്കിലുള്ളത്. 40ാമത്തെ വയസ്സിലും 50ാമത്തെ വയസ്സിലുമൊക്കെ ഞാൻ സാധാരണ എല്ലാവരെയും പോലെ തന്നെ കുറച്ച് കാൽമുട്ട് വേദന, കുറച്ച് കൊളസ്ട്രോള്, ഇതൊക്കെ ഉള്ളൊരു മനുഷ്യനായിരുന്നു. പക്ഷേ ആരോഗ്യ സംരക്ഷണത്തെ പറ്റി തോന്നി. അങ്ങനെ ഞാൻ കുറേശ്ശെ വ്യായാമം ചെയ്യാൻ തുടങ്ങി. 1 കിലോമീറ്ററും 2 കിലോമീറ്ററും ഒക്കെ നടക്കാനും ഓടാനൊക്കെ തുടങ്ങി. വലിയൊരു മാരത്തൺ ഓട്ടക്കാരനായി മാറി. ഞാൻ എല്ലാവരോടും ഒരിക്കൽ കൂടെ പറയുക, ആരോഗ്യമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. വിഷു